കൽപ്പന ചൗള. ആദ്യമായി ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യാൻ അവസരം ലഭിച്ച ഇന്ത്യൻ വനിത. തന്റെ അച്ഛനായ ബനാർസി ലാൽ ചൗളയുടെ ആഗ്രഹം മകളെ ഒരു ഡോക്ടർ അല്ലെങ്കിൽ അധ്യാപികയാക്കണമെന്നായിരുന്നു. പക്ഷെ കൽപ്പനയുടെ സ്വപ്നം ബഹിരാകാശത്തേക്ക് പോകണം എന്നായിരുന്നു. ഹരിയാനയിലെ കർണാൽ ജില്ലയിലായിരുന്നു കൽപ്പന ജനിച്ചത്. ബഹിരാകാശത്തേക്ക് പോകാനുള്ള തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാനായി പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലും ചണ്ഡീഗഡിലുള്ള കോളേജിലും എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചു. 1995-ൽ നാസയുടെ ബഹിരാകാശ ഗവേഷണ സംഘത്തിൽ ഒരു അംഗമായി. കൊളംബിയ എന്ന ബഹിരാകാശ വാഹന ദൗത്യത്തിൽ ഒരു ഭാഗമാകാൻ അപേക്ഷയും നൽകി. കൽപ്പനയുടെ വിദ്യാഭ്യാസ പശ്ചാത്തലം, അസാധാരണ ശാരീരികക്ഷമത എന്നിവ പരിഗണിച്ച് നാസ 1996-ൽ കൽപ്പനയെയും ബഹിരാകാശ യാത്രാ സംഘത്തിൽ അംഗമാക്കി. കൽപ്പനയുടെ ആദ്യത്തെ ശൂന്യാകാശ യാത്ര STS-87 എന്ന ബഹിരാകാശ ദൗത്യമായിരുന്നു. കൊളംബിയ എന്ന ബഹിരാകാശ വാഹനത്തിൽ 1997 നവംബർ 19-ന് 5 സഹഗവേഷകർക്കൊപ്പം അവൾ ചരിത്രത്തിലേക്ക് പറന്നുയർന്നു. ഇന്ത്യയിൽ ജനിച്ചവരിൽ കൽപ്പനയ്ക്കും മുമ്പ് ബഹിരാകാശ യാത്ര നടത്തിയിട്ടുള്ളത് രാകേഷ് ശർമ്മ മാത്രമാണ്. പക്ഷെ അമേരിക്കൻ പൗരത്വമെടുത്ത് ബഹിരാകാശ യാത്ര ആദ്യമായി ചെയ്തത് കൽപ്പനയാണ്. ആദ്യ യാത്രയിൽ തന്റേതല്ലാത്ത പിഴവുകളുടെ പേരിൽ വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും അതൊന്നും കൽപ്പനയെ തളർത്തിയില്ല. ഈ ഒരു ദൗത്യം 2003 വരെ നീണ്ടു. ഒടുവിൽ 2003 ജനുവരി 16-ന് കൽപ്പന രണ്ടാം തവണയും ബഹിരാകാശത്തേക്ക് പറന്നു. 6 പേർക്കൊപ്പമായിരുന്നു രണ്ടാമത്തെ യാത്ര. 17 ദിവസത്തെ ഗവേഷണത്തിന് ശേഷം 2003 ഫെബ്രുവരി 1-ന് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ തിരിച്ചിറങ്ങാൻ നിമിഷങ്ങൾ ബാക്കിയുള്ളപ്പോൾ കൊളംബിയ ചിന്നിച്ചിതറി. വിക്ഷേപണ സമയത്തു തന്നെയുള്ള കേടുപാടുകളായിരുന്നു ദുരന്തത്തിന് കാരണമെന്ന് പിന്നീട് കണ്ടെത്തി. ആദ്യ യാത്രയിൽ കൽപ്പന വരുത്തിയ പിഴവുകളാണ് ദുരന്തത്തിന് കാരണം എന്ന് വാർത്താമാധ്യമങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ ഇതിനെ എതിർക്കുകയും ചെയ്തു. എന്നാൽ നാസ കൽപ്പനയെ അസാധാരണമായ സഞ്ചാരി എന്ന് വിശേഷിപ്പിച്ച് ആദരവ് പ്രകടിപ്പിക്കുകയാണ് ചെയ്തത്. ജീവിതത്തിന് ലക്ഷ്യവും വേണം, അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക.